നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണല്ലേ ചക്ക. ഇപ്പോൾ ചക്ക സീസണാണ്, ചക്ക ധാരാളം കിട്ടുന്ന സമയമാണ്. എന്നാൽ പിന്നെ നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കപ്പുഴുക്കിന് ചക്കക്കുരു കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ചക്കക്കുരും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലോട്ട് ചക്കയും ചക്കക്കുരും ചേർത്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചക്ക ഒരു പകുതി വേവാകുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് നാളികേരം, വെളുത്തുള്ളി, കുരുമുളക്, നല്ല ജീരകം, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ചക്ക നന്നായിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ട് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൊണ്ടൊന്ന് ചേർത്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ചക്കപ്പുഴുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചക്കപ്പുഴുക്കും മീൻകറി നല്ലൊരു കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്